ശ്രീ ജിൻഡോ ജോൺ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ടാക്ടിക്സ് കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതി എൻ്റെ വാട്സാപ്പ് ചാറ്റുണ്ട്, ഈ പറയുന്ന ബാക്കി ആൾക്കാരുടെ ചാറ്റുകളും അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഇന്ന് ഞാൻ പുറത്ത് പറയുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ രാഹുലിന് പറയാനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മൊത്തം പറഞ്ഞിട്ട് പോകാം. ഇതൊരു അർദ്ധോക്തിയിൽ നിർത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. ശരി, ഇനി പണിഷബിൾ ഒഫൻസ് ആണോ അല്ലയോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആവരുത് എന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും അവരുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും ജിൻഡോ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA ബോർഡ് വെച്ച കാറിൽ പുറത്തിറങ്ങാനുള്ള ധൈര്യം കിട്ടുന്നത്? ജിൻഡോ അല്ല കാശ്മി, അത് അദ്ദേഹം നിലവിലും കേരള നിയമസഭയിലെ MLA ആയതുകൊണ്ടാണ് ആ ബോർഡ് വെച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് MLA ബോർഡ് വെച്ച് യാത്ര ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടല്ലോ. അത് അദ്ദേഹം ചെയ്യട്ടെ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പകുതിക്ക് വെച്ച് നിർത്തിയ പത്രസമ്മേളനം ചില വിവരങ്ങൾ മാത്രം വിടുന്നു, ചിലത് മൊത്തം വിവരങ്ങൾ പുറത്തു വിടാതെയുള്ള ആ പത്രക്കാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഈ പരാതി ഉന്നയിക്കുന്നവരും അത്തരത്തിലാണല്ലോ ഈ കാര്യത്തെ അഡ്രസ്സ് ചെയ്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പരാതി ഉന്നയിക്കുന്ന ആളുകളും ഇതിൻ്റെ യാഥാർത്ഥ്യം മുഴുവനായിട്ട് പുറത്തു വരട്ടെ. ഒരു പൊതുസമൂഹത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA, ഒരു പൊതുപ്രവർത്തകനെ സംശയത്തിൻ്റെ നിഴലിൽ മാത്രമല്ല നിർത്തേണ്ടത്, യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയട്ടെ. എന്തിനാ ഇത്രയും ഭയക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ, എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി പോലും പരാതി ഉന്നയിക്കുന്നവരുടെ മെറിറ്റിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അവർ പരാതികൾ പുറത്ത് പറയണം, എല്ലാ വിവരങ്ങളും പുറത്ത് പറയണം. ഒരു മിനിറ്റ് ജിൻഡോ, ഞാൻ ഒരു മിനിറ്റ്. ഇന്നലെയൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നിരുന്നില്ല. അതായത് ഇന്നിപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കൂ. തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം. സന്ദീപ് വാര്യർ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും. നിലവിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ലോ മസ്റ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുള്ളത് സ്വാഭാവികമായിട്ടും ഈ ജില്ലാ പ്രസിഡന്റ് സ്വഭാവ സവിശേഷത അറിയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പാലക്കാട് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരെന്താണ് പാലക്കാട് എന്ന് അന്വേഷിച്ചാൽ മതി. ആക്ഷേപം വന്ന സമയത്ത് തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കിയതാണ്. മാത്രമല്ല BJPയുടെ ഒരു പോഷക സംഘടനയിലെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ MLAയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആളുകളെ കാണുന്ന സമയത്ത് വാസവദത്ത് പോലും ചമ്മിപ്പോകുന്നാണ് പറയുന്നത്. ജിൻഡോ ഇവിടെ സന്ദീപ് വാര്യർ ആരോപിക്കുന്നത് ഇതിൽ BJPയുടെ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന അവന്തികയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ട ചാറ്റിന്റെ പേരിൽ അത് പ്രശാന്ത് ശിവൻ ഉൾപ്പെട്ട BJPയുടെ ഗൂഢാലോചനയുണ്ടെന്ന സംശയം സന്ദീപ് വാര്യരുടെ സംശയമാണോ അതോ കോൺഗ്രസിന് അക്കാര്യത്തിൽ സംശയമുണ്ടോ ശ്രീ ജിൻഡോ? അല്ല, ഇത് സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരുടെ മാത്രമല്ല, കേരളത്തിൽ ഈ വാർത്ത കണ്ടിരിക്കുന്ന പലർക്കും അത്തരത്തിൽ സംശയം ഉണ്ടാകാമല്ലോ. കാരണം അവന്തികക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് അർഹിക്കുന്ന നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിൻ്റെ മുമ്പിൽ പരാതി കൊടുക്കണം. മാത്രമല്ല അവർ ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടണം. അതിന് BJPയുടെ സഹായം തേടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി BJPക്ക് പ്രത്യേകം പോലീസ് സ്റ്റേഷനും കോടതിയും ഉണ്ടോ? BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാണോ പരാതി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന രീതിയിലാണോ പരാതി പറയേണ്ടത്? അപ്പോൾ അതൊക്കെ ഈ പരാതി ഉന്നയിക്കുന്നവരുടെ ഒരു ജിൻഡോ, രാഹുൽ കുഴിക്കുന്ന കെണിയിൽ നിങ്ങളൊക്കെ പോയി വീഴുകയാണ് എന്നുള്ളതാണ് ജിൻഡോയുടെ ഈ ന്യായീകരണം വ്യക്തമാക്കുന്നത്. ശ്രീ ജിൻഡോ, ഒന്നല്ല പല ഓഡിയോ ക്ലിപ്പുകൾ, പല ചാറ്റുകൾ പുറത്തേക്ക് വന്നു. ഇനിയും എത്രത്തോളം വരാനുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. അതൊരു പക്ഷേ രാഹുലിന് പോലും അറിയുമെന്ന് അറിയില്ല. ജിൻഡോ ഇത് ന്യായീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പരാതി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപിന്റെ മാത്രം നിലപാടല്ല, അത് കേരളത്തിന്റെ നിലപാടാണെന്ന് പറയുന്നതിലൂടെ രാഹുലിനെ ന്യായീകരിക്കുകയാണ് ജിൻഡോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഹാഷ്മിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ പലർക്കും അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. കാരണം പരാതി ഉന്നയിക്കുന്ന ആളുകൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ പറയുന്നത് വരുമ്പോൾ സംശയത്തിന് ഇട നൽകും. ഞാൻ ഒരു നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല. എനിക്ക് കോൺഗ്രസ് പാർട്ടിയെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ തുടക്കം മുതൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ആ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ഇത്രയും മെറിറ്റോറിയസ് ആയിട്ട് സംഘടനാപരമായി നടപടിയെടുത്ത ഒരു പാർട്ടി ഈ നിലയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ പരാതി ഉന്നയിച്ച ആളുകളുടെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ സംശയിച്ചിട്ടില്ല. പക്ഷേ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ചോദിക്കണ്ടേ?
അതും ചോദിക്കണമല്ലോ. BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഇതിനെന്താണ് പ്രത്യേക താല്പര്യം, അതും ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഈ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കണം.